മിന്നൽ വേഗത്തിൽ കുതിക്കുന്ന അനുമോളെ തകർക്കാൻ വേണ്ടി ഷാനവാസ് ശ്രമം തുടരുമ്പോൾ ഏറ്റവും ഒടുവിൽ നിന്ന് കരകയറാൻ വേണ്ടിയുള്ള ശരിക ശൈത്യ തുടങ്ങിയവരുടെയൊക്കെ പ്രകടനങ്ങൾ 2 മണിക്കൂർ പരിശോധിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 3 ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ചത്തെ ബുധനാഴ്ച രാവിലെ വരെയുള്ള 7:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ 1 മണിക്കൂറിൽ നമുക്ക് 1-ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ആരും നോക്കിയാൽ അനുമോളാണോ ഷാനവാസാണോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ ഷാനവാസിനാണ്. അനുമോൾ അട്ടിമറിച്ച് ഷാനവാസ് 1-ാമതെത്തിയപ്പോൾ 2-ാം സ്ഥാനത്ത് അനുമോൾ പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. വോട്ടിൻ്റെ ഡിഫറൻസ് നേരിയ തോതിലാണ്, അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. 3-ാം സ്ഥാനത്ത് ആരും നോക്കിയാണ് അത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു വസ്തുത. അത് നമ്മുടെ അപ്പാനി ശരത്തിനെയാണ്. അപ്പാനി ശരത്ത് നല്ല രീതിയിൽ വോട്ടൊക്കെ പിടിച്ച് നമ്മുടെ റനനെയൊക്കെ അട്ടിമറിച്ചപ്പോൾ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോകുന്ന റനാനെയാണ് കാണാൻ സാധിക്കുക. റന ഫാത്തിമയുടെ വോട്ടിംഗ് തകർച്ച നേരിട്ടപ്പോൾ 5-ാം സ്ഥാനത്തേക്ക് വീണ്ടും ഒരടി കൂടി പിന്നോട്ട് പോയിരിക്കുന്ന അക്ബറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അക്ബറിന് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വോട്ടിംഗ് തകർച്ച ഈ 1 മണിക്കൂറുകളെല്ലാം തന്നെ നേരിടുന്നുണ്ട്. 6-ാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കുകയാണ്, അത് ശൈത്യയാണ്. ശൈത്യയുടെ വോട്ടിംഗ് ഒക്കെ നേരിയ തോതിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും ചില മണിക്കൂറുകളിൽ തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. 7-ാം സ്ഥാനത്ത് ഈ 1 മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക സരിക കലാഭവനെയാണ്. ഒനിയലിനെ അട്ടിമറിച്ച് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചപ്പോൾ 8-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന ഒനിയലിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഒനിയലിന് നല്ല രീതിയിൽ വോട്ടിംഗ് തകർച്ചകൾ നേരിട്ടപ്പോൾ ഏറ്റവും ഒടുവിൽ ഡേഞ്ചർ പൊസിഷനിൽ 9-ാം സ്ഥാനത്ത് നമുക്ക് ഈ 1 മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് സരികനെയാണ്. സരികയുടെ വോട്ടൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞു തന്നെയാണ് ഈ 1 മണിക്കൂറിലും കാണാൻ സാധിക്കുക. ഇനിയുള്ള മണിക്കൂറിലെങ്കിലും നല്ല രീതിയിൽ വോട്ട് പിടിച്ചില്ലെങ്കിൽ സരിക ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും. വോട്ടിങ്ങിന് ഇനിയും അവസാനിക്കാൻ 3 ദിവസത്തോളം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഇനി ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ബിഗ് ബോസ് തുടരാം. മികച്ച കണ്ടന്റുകൾ നൽകുന്ന മത്സരാർത്ഥികളെയാണ് പ്രേക്ഷകർ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം 1 മണിക്കൂർ 6:30 വോട്ട് എത്രത്തോളം താളം തെറ്റെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇന്നത്തെ വലിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക. 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.